ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും GX ഗെയിമർ ഹാഷ്ടാഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗെയിം കളിക്കാനാണ്. അപ്പം ഗെയിമിൻ്റെ പേരാണ് ഓഫ് ദ റോഡ് എന്നാണ്. ഗെയിം സാധാരണ അറിയപ്പെടുന്നത് ചോറ്റുകാർ എന്നാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പറ്റുന്നതെല്ലാം ചെയ്തു വെച്ചോ. പക്ഷേ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കമൻറ്റ് കയറി ഹാഷ്ടാഗിനൊക്കെ വേണം. അപ്പോൾ നമ്മുടെ ഗെയിം ഇങ്ങനെയാണ്. ആക്ച്വലി ഞാൻ ഈ ഗെയിം കുറച്ച് കളിച്ചാണ്. നമ്മൾ ഈ സ്ഥലത്തേക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യണം. അതാണ് ഗെയിമിനകത്തുള്ളത്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിയാണെങ്കിൽ ഭയങ്കര ഡ്രിഫ്റ്റിങ്. ഇവിടെ കൂടെ ഇറക്കും. വണ്ടി വെള്ളത്തിൽ പോയി ഒന്നും സംഭവിച്ചില്ല. ചെറിയ വെരിഫിക്കേഷൻ അപ്ഡേഷനാണ്. വണ്ടിക്കാണെങ്കിൽ ഭയങ്കര ഡ്രിഫ്റ്റാണ്. അതായത് എൻ്റെ ഹെലികോപ്റ്റർ വരെ ഞെട്ടിയിരുന്നു. 5 രൂപൻ്റെ കോയിന്. നമുക്ക് പൈസ വെച്ച ഒരു പ്രശ്നമില്ല. പിന്നെ ഏത് വഴി അമ്പാനി വഴി ചെറിയ വണ്ടി അത് വളഞ്ഞു കൂടെ ചാടിച്ചോ. നമുക്ക് പിന്നെ വണ്ടി ഭയങ്കര ട്രിപ്പ്. ഇപ്പോൾ നമ്മളെന്തായാലും ഗെയിമിലോട്ട് നേരെ കയറാം നമുക്ക്. ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ കാർട്ടൂണേട്ടറിൻ്റെ മറ്റേ ഗെയിം കളിച്ച് തീർക്കതയായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും പുതിയൊരു ട്രെയിൻ ചെയ്യാം. ഇതടുത്ത് എന്തായാലും എനിക്ക് അടുത്ത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും നമ്മളെ സൈഡ് ഔട്ട് ഓഫ് വണ്ടിക്കാണെങ്കിൽ ഭയങ്കര ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രിഫ്റ്റ്. വണ്ടിക്ക് പോലും അറിയില്ല വണ്ടി എങ്ങോട്ടൊക്കെ പോയാൽ. ഇപ്പം തന്നെ സത്യം ഒരു തോന്നി വെറും മഴ എന്ന് വെച്ചാൽ വെറും മഴ. ബ്രോ മറ്റേ ഡ്രസ്സിൻ്റെ പണിയായിരുന്നു. പക്ഷെ വണ്ടിയാണെങ്കിൽ മഴയൊക്കെ ബ്രോ സർക്കസിലാണോ നല്ല ഡ്രസ്സിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈ ഗെയിമിന് പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ കണ്ടത് ഒന്നും കണ്ടില്ല. വണ്ടി കൊടുക്കുക 50,000. നമ്മളെന്തായാലും ഞാനിപ്പം ആടം വരെ ഓടിയുള്ള സാധനം അതിൽ കൂടെ ചാടിപ്പോയി ചെയ്യുന്നു. ട്രൈ ചെയ്തു, ഫുള്ള് എടുക്കുകയും ചെയ്തു. പക്ഷെ ശരി. പിന്നെ ജസ്റ്റ് വാട്ട് നമ്മുടെ വണ്ടിയുടെ വീലും പോയി. ഒരു ദിവസം എന്തായാലും നമുക്ക് എന്തെങ്കിലും പണി ചെയ്ത് തുടങ്ങാം. നമ്മൾ വെറുതെ കിടന്ന് കറങ്ങിയാൽ മാത്രം മതിയോ. ഈ ഗെയിമിൻ്റെ ലക്ഷ്യം എന്തുവാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇന്നത്തെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കെടുത്ത് പോകും. അല്ല റിവേഴ്സ് വരെ ചെയ്യേണ്ടി വരും. എന്തായാലും
മുകളിലേക്ക് എത്താം. നമുക്ക് വീഡിയോ വരെ മുമ്പോട്ട് വരാം. ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഓൺലൈൻ കളിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നല്ല ഗെയിംസ് ഞാൻ കളിച്ചിട്ടുണ്ട്. നല്ല ഗെയിംസ് നല്ല തിരിച്ച് കളിച്ചിട്ടുണ്ട്. മണ്ണിനോട് ഞാൻ കളിച്ചിട്ടുണ്ട്. അത്ര എനിക്ക് വേറെ കിട്ടിയ പിടിച്ചാൽ മതി. വണ്ടി മുന്നിൽ ഇത് 20,000, മറ്റേ 50,000. ഇത് പറയാൻ പറ്റില്ല. ജാതി അയ്യോ എന്റെ കടലമ്മ എന്നെ സഹായിക്കണമേ. കടലമ്മ വധിച്ചു. കടലമ്മ നമ്മള് വേറെ സ്ഥലത്ത് എന്തായാലും നമുക്ക് വണ്ടി എനിക്കിതിൽ നിന്ന് ഒത്തിരി കാര്യം മനസ്സിലായത്. ഇത്രയും ഇതുകൊണ്ട് നമ്മുടെ വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവിടത്തേക്ക് ഇതുണ്ടോ നമുക്ക് അകം വരെ കാണാൻ പറ്റുന്നു. ഇതിന്റെ മുകളിൽ കയറാം. ഇതുണ്ടോ നമുക്ക് ഇതിന്റെ അകം വരെ കാണാൻ പറ്റും. ഓണത്തും ഫ്ലോറൊക്കെ പറ്റിപ്പോയി. ഈ വണ്ടി കൊണ്ട് ഡോറഞ്ഞെടുക്കുന്നു. നമ്മുടെ വണ്ടിയുടെ കോളം അപ്പൊ എല്ലാവരും ഗൈസ് എനിക്ക് പറയാനുള്ള ഫ്രീക്വൻസിയാണ്. അതായത് എന്നെ സബ്സ്ക്രൈബർ ലൈക്ക് ചെയ്യുന്ന നേരം ഒരാളെയും കൂടി ചോദിച്ചിട്ടുണ്ട്. അതായത് റയാൻ മൻഹ വ്ളോഗ് എന്ന ഇത് കയറിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറയണം. എന്താ വെച്ചാൽ അവന്ന് പറഞ്ഞാൽ എനിക്ക് വൈകിട്ട് ഞാൻ ഇപ്പം വീഡിയോസ് ഇടാനൊക്കെ കാര്യം അവനാണ് സാധിച്ചു വന്നത്. അപ്പോൾ അവരെ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അവന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തായാലും. പക്ഷെ അവനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരു ഇതുണ്ട്. നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ വണ്ടിയൊക്കെ കേട്ടാ വണ്ടി ഫുള്ള് കൈ കേട്ടാ കുറവുള്ളു കൈ. വണ്ടി ഫുള്ള് തിളങ്ങുന്നു. പക്ഷെ നമുക്ക് തിളക്ക് ഒരുപാട് തിളക്ക് ഇഷ്ടമല്ല. വെള്ളം
നമുക്ക് ക്യാമറ എനിക്ക് നല്ലൊരു പണി കിട്ടാറുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഗെയിമിൽ നിന്ന് എക്സിറ്റായി. എന്താ വെച്ചാൽ നമ്മൾ ചെറുതായി ഒന്ന് ഗെയിമിൽ പെട്ടുപോയി. നമ്മളെന്തായാലും വണ്ടി കൈവിട്ടു അതേ പോയി അതാണ് കഴിച്ച ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ഏത് കഴിച്ചു അമ്പാനെ ബുദ്ധിമാൻ തന്നെയല്ലേ ഞാൻ. എന്നാ അതിന് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇതൊരു ഫണ്ടാസ്റ്റിക്കായിട്ടായിരുന്നു സംഭവിച്ചത്. നമുക്ക് ചുമ്മാ പൈസ നമ്മുടെ വീട്ടിൽ പൈസ വരുന്ന മരമില്ല. പൈസ കിട്ടുന്ന മണി പ്ലാനുണ്ട്, പക്ഷെ അതിന് മണി കിട്ടത്തില്ല. അത് വേറൊരു കാര്യം. അതിന് മണി പോലും അടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അയ്യോ ഇടിച്ചു. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യാം. ബട്ട് ഫസ്റ്റ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും 30 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു അത്ര അപ്പോഴൊക്കെ ആദ്യമായിട്ട് നമുക്കെന്താ കാർഡ് കൊടുത്ത് സഹായം കിട്ടും. നമുക്ക് കുറവാക്കാം. ഇപ്പം റേറ്റിന് സൗകര്യമില്ല. ഗെയിമിൻ്റെ അടിപൊളി. ഇത് നമ്മൾ ഒരു മണിയില്ല ഇങ്ങനെ പൈസ എടുക്കാൻ ഇതിലും കാണിക്കുക. സർവീസ് ഇതായിരുന്നാ എടാ ഫ്രീ സർവീസൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെന്ത് മണ്ണാക്കാം. ഈ ഉണ്ടാഴ്ച പൈസ കൊടുത്ത് വാങ്ങിച്ച് കടന്നു. എനിക്കൊരു കാര്യമാണ്. ഇതെന്തൊരു ക്ലാസ്സിന്റെ പോലെ ഇതുണ്ടോ? ഒരു ഓട് രാത്രിയായി. എടി രാത്രി വേറെ ഇതാണ് നമ്മുടെ ഗാരേജ്. ഞാൻ വഴിക്ക് പോവാ. മാപ്പ്
ഗൈസ്. കാറ് ട്രക്ക് ഒരു കുഴപ്പമില്ല, അല്ല ലെജൻഡറിയാണ്. അത് ഫസ്റ്റ് ലെജൻഡറി ഉണ്ടാക്കണം. എല്ലാം പൈസ കൊടുത്താണോ വാങ്ങിക്കേണ്ടത്? ഇത് എന്തൊരു കഷ്ടം ഗൈസ്. എല്ലാം നമ്മൾ പൈസ കൊടുത്താൽ വളരെ പൈസ കൊടുത്തല്ല മതി. നമുക്ക് പറക്കാനുള്ള കഴിവുണ്ട്, അത് വേറെ മികച്ച ഉണ്ണനായ കഴിവ്. നമുക്ക് പറക്കാനുള്ള കഴിവുണ്ട്. ഓടുകയും ചെയ്യാം. നമുക്ക് പൈസ നമുക്ക് നടന്നും പൈസ എടുക്കാം. ഞാൻ സംഭവം വണ്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ വണ്ടി കാണുന്നില്ല, അത് കാരണം ആക്ച്വലി ഞാൻ ഇതുണ്ടോ വലിയ സ്ഥലം, നമ്മൾ എന്തോ ചെയ്യണ്ടേ നമുക്ക് പോലും അറിയത്തില്ല. അതിൻ്റെ ക്രേസ് സത്യം പറയല്ല, ഈ വണ്ടി ഓടിച്ച് കളിക്കുന്നതിനാട്ടിലും രസം ആ ഗെയിമെങ്കിലും കളിക്കുന്നത്. ഗെയിമിൻ്റെ അകത്തൊരു ഗെയിം അതങ്ങനെ ഗെയിമിൻ്റെ അകത്തൊരു ഗെയിം ലോജിക്കില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തെങ്കിലും ലോജിക്ക് കണ്ടെത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ സത്വം അതാണ് അത് ഉദ്ദേശിച്ചേക്കാം. സ്റ്റേജ് 1. സ്റ്റേജ് 1 എന്തോ നമ്മളാണ് തലയടിച്ച് പൊട്ടിക്കുന്ന പരിപാടിയാണ്. അയ്യോ ചത്തു. നമ്മൾ ബേസ്മെന്റ് അങ്ങോട്ട് പോകുക. എൻ്റെ ബ്രോ നമുക്ക് സ്ഥലമൊന്നും അറിയത്തില്ല, ചുമ്മാ കളി. ഓക്കെ, നമ്മൾ ഏറ്റവും മുകളിൽ പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ചാടി. അയ്യോ ദേ പോയി. അവിടെ ഇവൻ ഹ്യൂമനിറ്റി മാസ്റ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു കോപ്പും പറ്റില്ല. എന്ത് ഇവനെന്താ വെച്ചുണ്ടാക്കിയ സാധനം കേട്ടോ. അണഞ്ഞിരി കയറി പോണെങ്കിലും ഒരു പരിധി കണ്ടു. അയ്യോ മറ്റേ ഓളിക്ക് ചാടി പോകുന്നു. ആരടാ? ഫ്ലാഷിൻ്റെ ഫാദറോ? ഫ്ലാഷിൻ്റെ കാട്ടിൽ പോട്ടെ. എടാ നമ്മളെ വന്ന അവസരം ബേസ്മെന്റ് എത്തി. ഇതിന് എത്ര സ്ഥലം ഉണ്ട് ആക്ച്വലി? ടീമിന് എത്ര സ്ഥലം ഉണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത് വേറെ അണ്ടർഗ്രൗണ്ട് കാവ്, ഇത് വേറെ സ്ഥലം. ഇത് ഭയങ്കര ട്രിക്കി. നമ്മളെവിടെ ആക്ച്വലി? അയ്യോ നമ്മളിവിടെ കൂടെ എന്തെങ്കിലും ചെയ്യുന്നു. എടാ ദേ വേറൊരു സ്ഥലം. എങ്ങനെയൊക്കെ എത്തിച്ചേരാനുള്ള വഴികളൊക്കെ ഒരു കോപ്പ് അറിയിച്ചില്ല. ഇവര് ഇതാണ് പണി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ കേറി പോട്ടില് പറന്ന് നടക്കുകയാണ്. എനിക്കിവിടെ സ്പീഡ് വേണ്ട. ഇത് ബാലൻസിൻ്റെയും കോൺസെൻട്രേഷൻ്റെയും കളിയാണ്. ആൻറ്റി ഞാൻ ചത്ത് വീണ്ടും സ്റ്റാർട്ടിങ്ങിലെത്തി.
ഇതേ സ്ഥലം അല്ലായിരുന്നല്ലോ നമ്മള് അല്ലായിരുന്നു. ഗായ്സ്, അതായത് നമുക്ക് മനസ്സിലായി ഈ മൊണ്ണയ്ക്ക് ഇവര് ഈ പ്രാന്തന്, അതായത് ഈ മൊണ്ണയ്ക്ക് ആക്ച്വലി ഇവിടെ പെരുമാറാൻ അറിയത്തില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. ഈ മൊണ്ണാണെങ്കിൽ കുറെ മൊണ്ണത്തരം കാണിക്കും. ഇപ്പം മനസ്സിലും കൂടെ കിടന്ന് അതെ പൈസ പറഞ്ഞ പോലെ പൈസ ഫ്രീ ആയിട്ടൊക്കെ പൈസ പറഞ്ഞു. അത് പറന്നു. ഇവ ഫ്ലാഷിന്റെ മോനാണോ? ഇത് പറന്നൊക്കെ പോകുന്നു. ഇവിടുവർക്ക് അതായത് ഈ പൈപ്പ് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇതിൻ്റെ ഇവിടെ പൈസ എടുത്ത് ഓക്കെ ഹൈവാക്ക് ഇങ്ങനെയാണോ? ചട് എടാ മലരെ ഇവൻ ഈ മൊണ്ണ കാണിക്കുന്നതിനൊരു ഭേദമില്ല. എന്തിനും കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? എനിക്ക് എന്തെങ്കിലും കാര്യം സ്കോർ ചെയ്യണം പറഞ്ഞാൽ അത് സ്കോർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല പിന്നെ ചുമ്മാ ഇവരെന്തോ കാണിക്കുന്നത് മൊണ്ണ. നമുക്ക് കുറച്ച് ഫാസ്റ്റിന് വരാം. ഞാൻ പറഞ്ഞ ചാതേതെ ഇത് ഈ പൈപ്പാണ്. ഇത് കണ്ട ഇത് തണുപ്പുണ്ട്. നമ്മൾ പൈപ്പിൽ കൂടെ ഒന്നും കയറി പോകുന്നില്ല. അതിൽ അങ്ങോട്ട് പോകും വഴിയില്ല. ഇത് തന്നെ സംഭവം. ഇങ്ങനെ ഒന്ന് പോകണ്ടേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവനെ ഞാൻ ഈ മൊണ്ണനെ മൂണ്ട കണ്ട മൂണ്ട നമ്മളെന്തായാലും കയറി പോകുന്നുണ്ട്. ഇവര് മറ്റേ വോൾഡർ ഇതിൻ്റെ പരിപാടി തോന്നുന്നു. അതിൽ കൂടെ നടക്കും. ഒന്നത് ചവിട്ടി അങ്ങോട്ട് പോകാൻ അറിയത്തില്ല. ഇതിൻ്റെ താഴെ കിടക്കുന്ന വരും. ഇല്ല മൊണ്ണ കയറിപ്പോ. അല്ല പിന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പട്ടി ബ്രോ ഞാൻ മുകളിൽ എത്തിയേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളു. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയാലും സാരമില്ല. എൻ്റെയും ടൈം കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. നമ്മൾ കല്ലി പല്ലി അത്രേ ഉള്ളു. എന്ത് കഴിയുമ്പോൾ അമ്മാരി കഴിയുമ്പോൾ ഓക്കെ ഗൈസ്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും തരട്ടെ. ആമീൻ ഗൈസ്. ഈ കൊണ്ടാരം നമ്മളെന്തായാലും പാതയോളം ഒന്ന് പാതയോളം കയറി കിട്ടിയാൽ മതി. പോരത് നിങ്ങൾ ആർട്ട് ഓഫ് ബാലൻസ് കണ്ടിട്ടുണ്ടോ? പോടാ ഈ അവസാന അറ്റത്തെത്തിയിട്ട് അവിടുന്ന് തന്നെ വീഴുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ഓർത്ത്. ഇവൻ എന്താണ് ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. കേറിപ്പോ
ഇതിന് ഇനി കുറച്ച് പേഷ്യൻസ് വളർന്നു. നമ്മൾ ചെയ്ത് ഏതായി അമ്മാനി ഒഴിവ് നമ്മളിപ്പോൾ ആര് ശശി നമ്മൾ ഇത്തവണ നേരം വെറുതെ കഷ്ടപ്പെട്ടു. ഇവിടെ കൂടെ സ്ട്രെയിറ്റ് വന്ന് ഇവിടെ ഒരു സ്റ്റെയർകേസ് ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനത്തെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത മനുഷ്യന്. എടാ പോടാ. ഇതുണ്ടോ നമുക്കിനി ഇവിടെ നിന്ന് ചെറിയ കാര്യമാണ്. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വരാം. നമ്മൾ ചെയ്തു. യെസ്, അത്ര ഉള്ളു. നമ്മൾ വെറുതെ ഒന്ന് എന്താണ്ട് കാണിക്കുന്നു, എന്താണ്ട് ചെയ്യുന്നു ഗൈസ്. ബട്ട് ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി നമ്മൾ മറ്റേ ഇത് ചെയ്യണം. കാണിക്കണം. നമ്മൾ ഇങ്ങനെ വരണം.
നമ്മളത് പണി ചെയ്യാൻ തുടങ്ങി. എന്നാലും നമ്മൾ എന്തായാലും ഇത്ര എത്തിച്ചില്ല. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ബെഗിനർ ഹോൾഡ് നമ്മൾ ബെഗിനറാണ്. എന്നാലും ഇന്ത്യ ഇസ് നോട്ട് ഫോർ ബെഗിനർ. എന്തായാലും ഞാൻ കുറേ നേരമായിട്ട് സംസാരിക്കുന്നില്ല. ഞാനും ഇത് ഗെയിമിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കളിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാണ്. എന്തായാലും പാതിന്റെ മക്കളൊന്നും അയ്യോ പാമ്പ് പോകുന്നത് ഒക്കെ നമ്മളെത്തി വിജയം നമുക്ക്. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ കല്ലാണ്. കല്ല് ഈ കല്ല് ഇവിടെ കിട്ടുമെന്ന് എന്തായാലും നമുക്കത് ജയിച്ചാൽ പറ്റും. നമ്മൾ വെറുതെ പോയിട്ട് വെറുതെ പറ്റൂ.
ഗൈസ് നമ്മളെന്തായാലും ഗെയിം കളിച്ചെടുത്ത് തോറ്റു. നമ്മൾ അതിന് പൈസ കൊടുക്കണം കളിക്കുന്നതിന്. ഞാനും ഗെയിമിലൂടെ ചേർത്ത് വന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്കൊരു പിടി കിട്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യാം. എന്നാൽ അടിയനെ മണിക്കൊരു GS ഗെയിം തരാം. GS ഗെയിമർ #യുവരാജ് ചേർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, സപ്പോർട്ട് ആൻഡ് ഗുഡ് ബൈ. സീ യു. ടാറ്റാ.